നമസ്കാരം. ഗൾഫ് മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്ന നിർണായകമായ വാർത്തകളാണ് ഇപ്പോൾ UAE-യിൽ നിന്ന് പുറത്തുവരുന്നത്. ഇറാനിൽ നിന്ന് UAE ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി UAE പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ഇടപാടുകളും UAE താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. UAE പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഓഗസ്റ്റ് 18, 2026, അതായത് ഇന്നലെ, UAE-യുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച 2 ബാലിസ്റ്റിക് മിസൈലുകൾ കണ്ടെത്തി. ഇവ രാജ്യത്തെ ലക്ഷ്യമാക്കി വന്നവയാണ്. ഇതിൽ ആദ്യത്തെ മിസൈൽ UAE-യുടെ അതിർത്തിക്ക് പുറത്താണ് പതിച്ചത്. എന്നാൽ രണ്ടാമത്തെ മിസൈൽ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിക്കുള്ളിൽ പതിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയുണ്ടാക്കുന്ന ഏത് നീക്കങ്ങളെയും നേരിടാൻ UAE പൂർണ്ണ സജ്ജമാണെന്നും ഉയർന്ന ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സുസ്ഥിരത കാത്തുസൂക്ഷിക്കുന്നതിനും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ ഉറപ്പു നൽകുന്നു. അതേസമയം വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രം വിവരങ്ങൾ തേടണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ സംഭവ വികാസങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ UAE നിർണായകമായ തീരുമാനമെടുത്തത്. UAE വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് വ്യക്തമായ പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിലെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ഡയറക്ടർ അഫ്ര അൽ ഹമേലിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് നിലനിൽക്കുന്ന ഊഹാപോഹങ്ങളെയും ആരോപണങ്ങളെയും അവർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. മേഖലയിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വികസനത്തിനും സംഭാഷണങ്ങളും സഹകരണവുമാണ് അനിവാര്യമെന്ന് UAE വിശ്വസിക്കുന്നുണ്ടെന്ന് അൽ ഹമേലി വ്യക്തമാക്കി. എങ്കിലും പ്രാദേശിക സുരക്ഷയെയും അന്താരാഷ്ട്ര സമാധാനത്തെയും അപകടപ്പെടുത്തുന്ന നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ഇടപാടുകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചതായി അവർ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളും ആഗോള മാനദണ്ഡങ്ങളും പാലിച്ച് അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ UAE ഉറച്ചു നിൽക്കുന്നുവെന്നും അൽ ഹമേലി ഊന്നി പറഞ്ഞു. പ്രദേശത്ത് വലിയ സൈനിക സാമ്പത്തിക മാറ്റങ്ങൾക്കാണ് ഈ വാർത്ത തുടക്കമിട്ടിരിക്കുന്നത്. മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ ഈ സംഭവം എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾക്കായി കാത്തിരിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും കമന്റിൽ രേഖപ്പെടുത്താം. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.